നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥിയായി ഷോൺ ജോർജ് വരുമോ? PC ജോർജിന്റെ മകൻ ഷോൺ ജോർജിനെ നിലമ്പൂരിൽ BJP സ്ഥാനാർത്ഥിയായി അവതരിപ്പിക്കാനുള്ള നീക്കം പാർട്ടി തലത്തിൽ തകൃതിയായി നടക്കുകയാണ്. വലിയ വിഭാഗം ക്രൈസ്തവ വോട്ടുകളെ ആകർഷിക്കാൻ ഷോൺ ജോർജിന് കഴിയുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിലുള്ള BJP സംസ്ഥാന നേതൃത്വം ഷോൺ ജോർജിനെ നിലമ്പൂരിൽ തങ്ങളുടെ സ്ഥാനാർത്ഥിയായി അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. വഖഫ് ഭേദഗതി ബില്ലിനെതിരെ കോൺഗ്രസ് അംഗങ്ങളും CPM അംഗങ്ങളും പാർലമെന്റിൽ വോട്ട് ചെയ്തതിനെ തുടർന്ന് വലിയ അസംതൃപ്തിയിലാണ് കേരളത്തിലെ ക്രൈസ്തവ സമൂഹമാകെ, പ്രത്യേകിച്ച് കത്തോലിക്ക സഭയും കത്തോലിക്ക സഭ മേലധ്യക്ഷന്മാരും. അതുകൊണ്ട് തന്നെ CPM-നും കോൺഗ്രസിനും അനുകൂലമായ ഒരു നടപടിയും ഒരു രാഷ്ട്രീയ നീക്കവും ക്രൈസ്തവ സഭകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകില്ല എന്ന് ഏറെക്കുറെ ഉറപ്പായതിന്റെ പശ്ചാത്തലത്തിലാണ് തീപ്പൊരി നേതാവ് കൂടിയായ PC ജോർജിന്റെ മകൻ ഷോൺ ജോർജിനെ BJP നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിൽ തങ്ങളുടെ സ്ഥാനാർത്ഥിയായി നിർത്താൻ ഉദ്ദേശിക്കുന്നത്. ഷോൺ ജോർജിന് ക്രൈസ്തവ സമൂഹത്തിൽ വലിയ സ്വാധീനമുണ്ടെന്ന് മാത്രമല്ല, PC ജോർജും ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാരും തമ്മിൽ വളരെ അടുത്ത ബന്ധവുമുണ്ട്. ഇതെല്ലാം മനസ്സിലാക്കിയാണ് BJP നേതൃത്വം ഷോൺ ജോർജിനെ നിലമ്പൂരിലേക്ക് നിയോഗിക്കാൻ ഉദ്ദേശിക്കുന്നതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. നിലമ്പൂരിൽ വലിയ തോതിൽ ക്രൈസ്തവ വോട്ടുകൾ ഉള്ള മണ്ഡലമാണ്. പണ്ട് ആര്യാടൻ മുഹമ്മദ് ജയിച്ചു കയറാറുള്ളത് നിലമ്പൂരിലെ ക്രൈസ്തവ വോട്ടുകൾ കൊണ്ടാണ്. കാരണം മുസ്ലിം ലീഗ് പലപ്പോഴും ആര്യാടന് എതിരായിരുന്നു എന്നതുകൊണ്ട് ക്രൈസ്തവ വോട്ടുകളിൽ പിടിമുറുക്കിയാണ് ആര്യാടൻ മുഹമ്മദ് തെരഞ്ഞെടുപ്പിൽ ജയിച്ച് നിയമസഭയിൽ എത്താറുള്ളത്. അതുകൊണ്ട് തന്നെ ആ ക്രൈസ്തവ വോട്ടുകൾ ഏതാണ്ട് എൻ ബ്ലോക്കായി തന്നെ ഷോൺ ജോർജിലേക്ക് വരും എന്ന സൂചനയാണ്, അല്ലെങ്കിൽ എന്ന വിശ്വാസമാണ് ഇപ്പോൾ കേരളത്തിലെ BJP നേതൃത്വത്തിന് ഉള്ളത്. രാജീവ് ചന്ദ്രശേഖർ BJPയുടെ സംസ്ഥാന പ്രസിഡന്റായി ചുമതലയേറ്റ ശേഷം ഇത്തരത്തിൽ വ്യാപകമായ ചില നീക്കങ്ങൾ BJP നടത്തുന്നുണ്ട്. ക്രൈസ്തവ സഭ മേലധ്യക്ഷന്മാരുമായി രാജീവ് ചന്ദ്രശേഖറിന് നല്ല അടുപ്പമുണ്ടെന്ന് മാത്രമല്ല, വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായരുമായും അദ്ദേഹത്തിന് നല്ല വ്യക്തിബന്ധമുണ്ട്. BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷന്മാരെക്കാൾ ഈ വിഭാഗങ്ങളുമായി വ്യക്തിബന്ധം പുലർത്താൻ കഴിയുന്നയാളാണ് രാജീവ് ചന്ദ്രശേഖർ എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി വളരെ തന്ത്രപൂർവ്വം ക്രൈസ്തവരെ കൂടെ നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള നീക്കങ്ങൾ നടത്തുകയാണ്. അപ്പോഴാണ് വഖഫ് ഭേദഗതി ബിൽ പാർലമെന്റിൽ വരുന്നത്. വഖഫ് ഭേദഗതി ബില്ലിന്മേൽ പാർലമെന്റിൽ CPM അംഗങ്ങളും കോൺഗ്രസ് അംഗങ്ങളും രണ്ട് പാർട്ടിയുടെയും പാർലമെന്റ് അംഗങ്ങൾ വഖഫ് ബില്ലിന് എതിരായി വോട്ട് ചെയ്തതോടെ കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിനുള്ളിൽ ചെറിയ ആശങ്കകൾ ഉണ്ടായി. അത് മുതലെടുത്തുകൊണ്ട് ഷോൺ ജോർജിനെ പോലെ ഒരു തീപ്പൊരി നേതാവിനെ ക്രൈസ്തവ സമൂഹത്തിൽ നിന്നും BJP ഏറെ പ്രതീക്ഷയോടെ കാണുന്ന നേതാവാണ് ഷോൺ ജോർജ് എന്ന് ഓർക്കണം. ആ ഷോൺ ജോർജിനെ നിലമ്പൂരിലെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ചുകൊണ്ട് ഇടതുമുന്നണിക്കും UDF-നും ഒരുപോലെ അടി നൽകാൻ ശ്രമിക്കുകയാണ് BJP സംസ്ഥാന നേതൃത്വം. രാജീവ് ചന്ദ്രശേഖർ പ്രസിഡന്റ് ആയതിനു ശേഷം വരുന്ന ആദ്യ ഉപതെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ആദ്യ നിയമസഭയിലേക്കുള്ള ആദ്യത്തെ തെരഞ്ഞെടുപ്പ് എന്നുള്ളത് കൊണ്ട് തന്നെ BJPക്ക് ഇത് പ്രസ്റ്റീജ് പോരാട്ടമാണ്. നിലമ്പൂരിൽ BJPക്ക് കേവലം 10,000 വോട്ടുകൾ മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോഴും വലിയ വിഭാഗം ക്രൈസ്തവ വോട്ടുകൾ അനുകൂലമായാൽ ഷോൺ ജോർജിന് അവിടെ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുമെന്നാണ് BJP നേതൃത്വം കരുതുന്നത്. ഏതായാലും വഖഫ് ബില്ലിനെതിരെ CPM-ഉം കോൺഗ്രസും പാർലമെന്റിൽ വോട്ട് ചെയ്തത് ക്രൈസ്തവ സമൂഹത്തെ ആകെ ചൊടിപ്പിച്ചിട്ടുണ്ട് എന്ന് BJP മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഷോൺ ജോർജിന് ഏറ്റവും അടുത്തു വരുന്ന തെരഞ്ഞെടുപ്പ് എന്നുള്ളത് ഇപ്പോൾ നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പാണ്. അവിടെ ഒരു ക്രൈസ്തവ സ്ഥാനാർത്ഥിയെ രംഗത്തിരുത്തിക്കൊണ്ട് രണ്ട് മുന്നണിക്കും ആശങ്ക വിതയ്ക്കാനാണ് ഇപ്പോൾ BJP നേതൃത്വം ശ്രമിക്കുന്നത്. ഏതായാലും ഷോൺ ജോർജിന്റെ പേരാണ് BJP സ്ഥാനാർത്ഥിയായി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ആ പാർട്ടിയിൽ നിന്നും കൂടുതൽ ഉയർന്നു കേൾക്കുന്നത്. ഷോൺ ജോർജ് വരികയാണെങ്കിൽ മത്സരം കടുക്കുമെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. കാരണം VS ജോയ് എന്ന ക്രൈസ്തവ നേതാവിനെയാണ് കോൺഗ്രസ് അവിടെ സ്ഥാനാർത്ഥിയാക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് ക്രൈസ്തവ വോട്ടുകൾ മുന്നിൽ കണ്ടുകൊണ്ടാണ്. അപ്പോൾ VS ജോയിയുടെ സ്ഥാനാർത്ഥിത്വത്തിന് മികച്ച ഒരു മറുപടിയായിട്ടാണ് BJP ഷോൺ ജോർജിനെ നിലമ്പൂരിൽ രംഗത്തിറക്കാൻ ഉദ്ദേശിക്കുന്നതെന്നാണ് നമ്മൾ അറിയുന്നത്.